ഞാൻ കുറച്ച് നേരത്തെ ആയിപ്പോയോ? ഇപ്പൊ തന്നെ ഒരുപാട് വൈകിപ്പോയി സാർ. പ്ലീസ്. താങ്ക് യു, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ കുറേ നാളത്തെ വനവാസത്തിന് ശേഷം അടിയൻ ഇതാ തിരിച്ചെത്തിയിരിക്കുന്നു. காட்டுக்குள்ள இத்தனை வருஷமா எதுக்கு இருந்தீங்க? அது ஒரு பெரிய சம்பவம் பண்ணிட்டு வச்சுட்டு அதான் தலைமறைவா இருந்த. தலைமறைவா? இப்ப என்னத்துக்கு இங்க வந்தீங்க? നമ്മുടെ സ്ഥിരമാട്ടം തന്നെ. അതായത് എല്ലാ വീഡിയോയുടെ എൻ ക്രെഡിറ്റ്സിൽ ഏതെങ്കിലും ഒരു പടം ഇടുമ്പോൾ ഞാൻ ചെറുപ്പളശ്ശേരി ഡിംഗഭഗവതിയുടെ മുന്നിൽ വെക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതായത് നല്ല ഒന്നാന്തരം പായസം വിളമ്പെന്ന് പറഞ്ഞ് പോസ്റ്റർ അടിച്ചിട്ട് പാഷാണം പോലത്തെ പടമായി പോരുതെന്ന്. 2020 കാര്യത്തിൽ അത് ചെറുതായിട്ടൊന്നും തെറ്റി. ഇതാണോടാ നിന്റെ 2020? ചെറുതായിട്ടല്ല, വല്ലാണ്ട് തെറ്റി. പക്ഷേ കുഴപ്പമില്ല, തെറ്റുകൾ സംഭവിക്കുക എന്ന് പറയുന്നത് മനുഷ്യ സഹജമാണല്ലോ. അപ്പോൾ ഇനി ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് വരരുതെന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് കഴിഞ്ഞ വീഡിയോയുടെ അവസാനം ചലഞ്ചിങ് സാറിൻ്റെ കാട്ടേര ഇട്ടത്. അങ്ങനെ ചലഞ്ചിങ് സാർ ദർശനത്തിനായിട്ട് ഞാൻ വീണ്ടും റെഡി ആയിട്ടിരിക്കുന്ന സമയത്താണ് ലാപ്പ് വീണ്ടും ഷെഡിൽ കയറിയത്. ഇനി സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് ലാപ്പ് വരണവരെ വെയിറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എഴുതി വെച്ചിരുന്ന പോയിൻ്റൊക്കെ മറന്നു പോകും. അതുകൊണ്ട് മറന്നു പോകാതിരിക്കാനായിട്ട് ഞാനത് അപ്പം തന്നെ ഒരു ഡയറിയിൽ എടുത്ത് കുറിച്ച് വെച്ചു. ആ ഡയറി എവിടെ? അത് വേറെ ആരുടെയും കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ അന്ന് തന്നെ കത്തിച്ചു കളഞ്ഞു. ഇതിപ്പോൾ ആര് കത്തിച്ചു എന്നുള്ളതല്ലല്ലോ ഇതിലെ കാര്യം. എനിക്കാണെങ്കിൽ ആ പടം ഇനി ആയം തൊട്ടിരുന്ന് കണ്ട് വീണ്ടും എഴുതാനൊരു മടി. പക്ഷേ ചലഞ്ചിങ് സാറിനെ കാത്തിരിക്കുന്ന പിള്ളേരോട് മടിയാണ് മോടയാണെന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ. അങ്ങനെ വീണ്ടും ചലഞ്ചിങ് സാറിൻ്റെ വേറെ ഏതെങ്കിലും ഒരു പടം ഉണ്ടോ എന്ന് തപ്പി ഞാൻ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ നമ്മളിപ്പോൾ ഡ്രോപ്പ് ചെയ്ത പടത്തിൻ്റെ സംവിധായകൻ ചലഞ്ചിങ് സാറിനെ വെച്ച് ഇതിന് മുമ്പ് ഒരു പടം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. റോബർട്ട് എന്നാണ് ആ പടത്തിൻ്റെ പേര്. റാംബോ 2, വിക്ടറി 2 എന്നീ 2 അമരകാവ്യങ്ങൾക്ക് ശേഷം അദ്ദേഹം സ്വന്തമായിട്ട് എഴുതിയ പടം എന്നാണ് വെപ്പ്. പക്ഷെ കുറ്റം പറഞ്ഞുകൂടാ, ഒരൊറ്റ സീൻ പോലും അങ്ങനെ സ്വന്തമായിട്ട് എഴുതിയിട്ടില്ല. സ്വന്തമായിട്ട് എഴുതിയ സീനുകളൊക്കെ ദാ ഈ ലെവലാണ്. അതായത് ഇതേപോലെ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ സ്റ്റാർ ആവാമെന്ന് പറഞ്ഞാൽ ദാ ഇപ്പോൾ വരെ തലങ്ങും വിലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അച്ചം പുച്ചം അടിച്ച് തൂക്കുന്നൊരു ടെംപ്ലേറ്റ് ഉണ്ട്, ദ ഭാഷ ടെംപ്ലേറ്റ്. അതായത് 1995 രജനി ഭാഷ ചെയ്തതിന് ശേഷം ഇന്ത്യയിലെ എല്ലാ ഇൻഡസ്ട്രിയിലെ എല്ലാ സൂപ്പർ സ്റ്റാർസിനും മിനിമം ഈ പടം ഒരെണ്ണമെങ്കിലും കാണും. ചിലർക്ക് ഇഷ്ടം പോലെ കാണും. ഇപ്പോൾ മമ്മൂക്കയ്ക്ക് രാജാതിരാജ, ലാലേട്ടന് ലൂസിഫർ, ഉസ്താദ്, ദിലീപിന് കൊച്ചി രാജാവ്, സുരേഷ് ഗോപിക്ക് ബ്ലാക്ക് കാറ്റ്, ജയറാമിന് സലീം കാശ്മീർ. ഇനി തമിഴിലേക്ക് വന്നു കഴിഞ്ഞാൽ രജനിക്ക് ഭാഷ, ആ ഭാഷ തന്നെ വീണ്ടും പേട്ടയിലും ജയിലറിലും വന്നു. കമലഹാസന് വിശ്വരൂപം, വിജയ്ക്ക് തെരി, ലിയോ, അജിത്തിന് വേതാളം, സൂര്യയ്ക്ക് അഞ്ചാൻ, എന്തിനേറെ പറയണം. ഹിന്ദിയിലെ രോഹിത് ഷെട്ടി, SRKക്ക് ദിൽവാലെ പോലെ ഈ ചട്ടിന്ന് വറുത്തെടുത്താണ് കൊടുത്തത്. ഈ ടെംപ്ലേറ്റിലുള്ള സിനിമകളുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തൊക്കെ നായകന്മാരങ്ങ് വിനയന്മാരാണ്. വിനയന്മാരെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ വിനയം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കയ്യിലുള്ളതും കൂടെ ഇവന്മാർക്ക് ഊരി കൊടുക്കാൻ തോന്നുന്നു, അമ്മാതിരി വിനയം. അപ്പോൾ ഇവന്മാർ ഈ വിനയമൊക്കെ വെച്ചിട്ട് നാട്ടുകാരെയൊക്കെ വലിപ്പിച്ച് ഇങ്ങനെ നൈസായിട്ടൊരു സൈഡിൽ കൂടെ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് കുറേ പഴയ വില്ലന്മാർ വരും. പണ്ട് കഴിച്ച പണ്ടിൻ്റെ കാശ് തന്നില്ല, കിടന്ന റൂമിൻ്റെ വാടക കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഇയാൾ പാവത്താനാണെന്നാണല്ലോ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് അച്ഛോ അവരാ ഭയങ്കരമാണ് വരച്ചേ അവരുടെ കുറിച്ച് ചാക്കറിയായിരുന്നപ്പാ അവിടെ ഇല്ല ചെല്ലുവാ എങ്ങ പരിക്ക അതാ പൊയ്ക്കാറ്റിന് വന്നിരുന്നു. അപ്പോൾ പക്ഷേ നാമ കേട്ടാ ഹീറോ சொல்ல മാട്ടാ, അതുക്ക് വില്ലന്മാർ തന്നെ വരണം. ഈ മൂമെൻറ്റ് മിക്കവാറും ഇൻ്റർവെല്ലായിരിക്കും. ഒരാവശ്യമില്ലാതെ കുറേ ഗുണ്ടകൾ വന്ന് വില്ലനെ അടിക്കാൻ വരും. വില്ലനെ ആദ്യം ഒന്ന് പാവത്താനായിട്ടൊക്കെ കളിക്കും, പിന്നെ അങ്ങോട്ടോ ട്രാൻസ്ഫോർമേഷൻ. ഈ ട്രാൻസ്ഫോർമേഷനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഫ്ലാഷ് ബാക്കിൽ ഇങ്ങനെ പണ്ട് വലിയ തേങ്ങാക്കൊലയായിരുന്നു എന്ന് പറയും. ആ ഫ്ലാഷ് ബാക്കിൽ തന്നെ ആരെങ്കിലും മരിച്ചത് കാരണം ആ പണി നിർത്തി ഇപ്പോൾ അതിവിനയനായും പൊട്ടനായും ജീവിക്കുന്നു. ക്ലൈമാക്സിൽ മെയിൻ വില്ലനെ കൊല്ലുന്നു ശുഭം. ഈ ഇവിടെ പറയാൻ കാര്യം നമ്മൾ ഇന്നെടുത്തിരിക്കുന്ന പടം ചലഞ്ചിങ് സാറിൻ്റെ ഭാഷയാണ്. അപ്പോൾ പടം തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ഹെലികോപ്റ്ററാണ്. ആ ഹെലികോപ്റ്റർ എന്തോ ഒരു സാധനം തൂക്കിക്കൊണ്ട് പോവുകയാണ്. ചേടാ, കന്നഡ സിനിമ ഇത്രയും പുരോഗമിച്ചു. അത് നമ്മുടെ ചലഞ്ചിങ് സാറിൻ്റെ മാസ് മസാല ഒരു കൂതറ പടത്തിനകത്ത് ഹെലികോപ്റ്ററും പരിപാടിയൊക്കെ ആണോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ആ കാഴ്ച കാണുന്നത്. അത് നമ്മൾ വിചാരിച്ചുള്ളൊരു സാധാ ഹെലികോപ്റ്ററേ അല്ല. അത് ലോകത്ത് വേറെ ഒരു ഹെലികോപ്റ്ററും ചെയ്യാൻ പറ്റാത്ത ഒരു ചലഞ്ചിങ് കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചലഞ്ചിങ് എന്ന ബോർഡ് തൂക്കിക്കൊണ്ടിരിക്കുക. വേറെ ഒരു ഹെലികോപ്റ്റർ സ്റ്റാർ എന്ന് പറഞ്ഞ് ബോർഡ് തൂക്കിക്കൊണ്ട് വരുന്നു. അപ്പോൾ ഈ 10 ഹെലികോപ്റ്ററും കൂടി ആളില്ലാ പറമ്പിൽ കൂടി ലൈറ്റ് അടിച്ചുകൊണ്ട് ദർശൻ സാറിനെ തപ്പുകയാണ്. അപ്പോൾ താണ്ട മണ്ണിനടിയിൽ നിന്ന് ദർശൻ സാർ പൊങ്ങി വരുന്നു. പലതരം ടൈറ്റിൽ കാർഡ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ മണ്ണിനടിയിൽ കുഴിച്ചിട്ട് ഹെലികോപ്റ്റർ ലൈറ്റ് വെച്ച് തപ്പുന്നതൊക്കെ തെക്കേടത്തമ്മ അവാർഡ് കൊടുക്കേണ്ട ലെവൽ ക്രിയേറ്റിവിറ്റിയാണ്. പക്ഷേ എന്തായാലും ചലഞ്ചിങ് സാറിന് ഇത് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടാവും. Wow, I don't know what to say. What do you say? I don't know. അപ്പോൾ ഇനി ശരിക്കും പടം തുടങ്ങുമ്പോൾ ഒരു റെസ്ലിംഗ് മത്സരം നടക്കുകയാണ്. ആ മത്സരത്തിൽ നമ്മുടെ ഡമ്മി വില്ലൻ്റെ ഗുസ്തിക്കാരൻ നിന്നടി മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഡമ്മി വില്ലന് ഭയങ്കര നാണക്കേട്. അങ്ങേര് ചെന്ന് ഗുസ്തിക്കാരനോട് എന്തോ പറയും. ആ ഗുസ്തിക്കാരൻ അത് കേട്ടതിന് ശേഷം ചെന്ന് തിരിച്ചടിച്ച് മത്സരം ചെയ്യിക്കും. ഇത് കേൾക്കുമ്പോൾ വില്ലൻ എന്താണ് ഗുസ്തിക്കാരനോട് പറഞ്ഞതെന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? വേണ്ട, കണ്ടാത്തോണ്ട.
ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ഉപയോഗിച്ച മോട്ടിവേഷൻ വേണമെങ്കിൽ ഏഷ്യൻ ഗെയിംസിൽ വരെ ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഇത്രയും പേര് നോക്കി നിൽക്കുന്ന സ്ഥലത്ത് ഏഷ്യൻ മാർബിൾസിലെ സുമോയെ പോലെ ഒരു ജമ്പർ മാത്രമായിട്ട് അടികൊണ്ട് പൊഞ്ഞം വന്നിരിക്കുന്നവനോട് ചെന്ന് പറയുക മത്സരത്തിൽ തോറ്റ അവനെ തുണിയില്ലാതെ ഗ്രൗണ്ടിന് ചുറ്റും ഓട്ടിക്കുമെന്ന്. പക്ഷെ ആ തന്ത്രം വിജയിച്ചു, ഗുസ്തിക്കാരൻ അടിച്ച് ജയിച്ചു. അല്ലണ്ണ ഈ ഐഡിയ ഒക്കെ എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. അപ്പൊ പക്ഷെ വിജയത്തിന്റെ ആഘോഷത്തിനിടയ്ക്ക് അങ്ങേരുടെ ഗുസ്തിക്കാരന് വെടികൊള്ളും. പാവം, ജയിച്ചിട്ട് തുണി കൊടുക്കാനുള്ള സമയം പോലും കൊടുത്തില്ല. അപ്പൊ പക്ഷെ നമ്മുടെ ഡമ്മി വില്ലൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് മറ്റേ ഗുസ്തിക്കാരന്റെ ഓണർ, അതായത് ഈ മിനിസ്റ്റർ അങ്ങേരെ കൊല്ലാനായിട്ട് ആളെ വിട്ടാണെന്ന്. പക്ഷെ അങ്ങേര് ഇത് മനസ്സാവാജ അറിഞ്ഞിട്ടില്ല. അപ്പൊ ആ ഗുസ്തിക്കാരൻ കറക്റ്റ് സമയത്ത് പൊങ്ങിയില്ലായിരുന്നെങ്കിൽ ആ വെടി ഇങ്ങേർക്ക് കൊണ്ടേനെന്നാണ് ഡമ്മി വില്ലൻ പറയുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തതൊന്നുമല്ല, ആ തോക്കിന്ന് അങ്ങനെ വെടിവെച്ച ഉണ്ട ഇങ്ങനെയല്ലേ പോകേണ്ടത്? ഇത് ഈ ഗുസ്തിക്കാരൻ എങ്ങനെ കൊണ്ടു? ഇനി ഷൂട്ട് ചെയ്ത് എങ്ങനെയാന്ന് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ ഒരു മാർഗമുണ്ട്. നേരെ മലയാള രമ്യയിലേക്ക് വിളിച്ചാൽ മതി. അവരാകുമ്പോ ചാർട്ട് അടക്കം കൃത്യമായിട്ട് വരച്ച് കയ്യിൽ തരും. കാര്യം ഇത് അറിയാതെ പറ്റിയതാണെങ്കിലും മന്ത്രി അങ്ങാടി തോറ്റേനെ അമ്മ ലൈനിൽ അങ്ങേർക്കിട്ട് പണിതാണെന്നാണ് ഡമ്മി വില്ലൻ വിചാരിക്കുന്നത്. അങ്ങനെ ഡമ്മി വില്ലൻ മന്ത്രിയെ കൊല്ലാനായിട്ട് ആളെ വിടും. പക്ഷെ നമ്മുടെ മന്ത്രി ഇപ്പോൾ ഒരു രാമരാജ്യത്തിനെ മുഴുവൻ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വോട്ട് കൊടുത്താൽ സമ്പൂർണ്ണ രാമരാജ്യമാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് നാവ് അങ്ങോട്ട് അകത്തോട്ട് ഇട്ടേ ഉള്ളൂ. രാമന്റെ 200 അടി കട്ടൗട്ട് വന്ന് അങ്ങേറെ തലമണ്ടയ്ക്ക് വീഴാൻ പോകും. രാമന് പോലും സഹിച്ചില്ല. പക്ഷെ സംഭവം ശരിക്കും ഡമ്മി വില്ലന്റെ ഗുണ്ടകൾ കെട്ടൊക്കെ മുറിച്ച് കളഞ്ഞാണ്. കട്ടൗട്ട് താഴേക്ക് വീഴും, എല്ലാവരും തിരിച്ചോടും. പക്ഷെ മിനിസ്റ്റർ മാത്രം കാല് തെറ്റി വീഴും. കട്ടൗട്ട് മിനിസ്റ്ററുടെ പുറത്തേക്ക് ഇങ്ങനെ വീഴാൻ പോകുന്നു. ചലഞ്ചിങ് സ്റ്റാർ പടത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലന്മാർ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇതിനെ തടുക്കാൻ ആരുണ്ടാ എന്നിങ്ങനെ ചലഞ്ച് ചെയ്യുമ്പോഴാണ് അദ്ദേഹം അവതരിക്കാറ്. ഈ സിനിമയിലും അങ്ങനെ തന്നെയാണ്. എന്നെ രക്ഷിക്കാൻ ഒരു ഗുസ്തിക്കാരനുണ്ടായിരുന്നു, മിനിസ്റ്ററിനെ രക്ഷിക്കാൻ ആര് പരിപാടാ എന്ന് വില്ലൻ ചോദിച്ച് നിർത്തുന്നു. മിനിസ്റ്റർ കണ്ണു തുറക്കുന്നു. അപ്പം താണ്ട് അങ്ങേറെ കണ്ണിന് മുന്നിൽ അനുഗ്രഹ ഹസ്തങ്ങളുമായി രാമൻ നിൽക്കുന്നു. പക്ഷെ ശരിക്കും അങ്ങേരെ അത്രയും വെയിറ്റുള്ള കട്ടൗട്ട് താങ്ങി നിർത്തി രക്ഷിച്ചത് ഹനുമാനാണ്. യെസ്, യു ഗെസ്റ്റ് ഇറ്റ് റൈറ്റ്. കാറ് പിടിച്ച് നിർത്തൽ, ജീപ്പ് പിടിച്ച് നിർത്തൽ എന്നീ സംഭവങ്ങൾക്ക് ശേഷം അണ്ണൻ അവതരിപ്പിക്കുന്ന പുതിയ പരിപാടി 200 അടി കട്ടൗട്ട് പിടിച്ച് നിർത്തൽ. இந்த சூப்பர்மேன், அயன்மேன் இவங்கெல்லாம் சினிமால மட்டும்தான் ஹீரோ. ரியல் ஹீரோ நீதான் தம்பி, நீ மட்டும்தான். എന്തായാലും രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മിനിസ്റ്റർക്ക് വട്ടായി. ചലഞ്ചിങ് സ്റ്റാറിന്റെ ബണ്ണും പാലും പെയിന്റും ഒക്കെ കണ്ടിട്ട് ശരിക്കുള്ള ഹനുമാൻ നേരിട്ട് വന്ന് രക്ഷിച്ചാണെന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു. ഏതാണ്ടൊക്കെ പിച്ചും പെയും പറയും. ഇനി നീയാണ് എൻ്റെ കൊലദൈവം എന്ന് വരെ പറയും. എന്തായാലും മിനിസ്റ്റർ പോയി കഴിഞ്ഞിട്ട് ആ ചെറുക്കൻ ചോദിക്കും എന്തിനാണ് ആ മിനിസ്റ്റർ ഇത്രയും ഇമോഷണൽ ആയതെന്ന്. அது அப்படிதான் சின்ன ராம ராவணனை கொன்னதுல உலகமே கொண்டாடலையா, இதுவும் அப்படிதான். പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഒരു രാമൻ ഫെറ്റിഷ് പാട്ടും കൂടെ. അതുകൂടെ കഴിയുമ്പോഴാണ് നമ്മൾ ചലഞ്ചിങ് സ്റ്റാറിന്റെ ജീവിതത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ ചലഞ്ചിങ് സ്റ്റാറിന് ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ ചലഞ്ചിങ് സ്റ്റാറാണ് ഡെയിലി സ്കൂളിൽ കൊണ്ടുപോയി വിടുന്നത്. ആ ചെറുക്കനാണെങ്കിൽ മര്യാദയ്ക്ക് ജീവിക്കുന്ന ചലഞ്ചിങ് സ്റ്റാറിന് മണി ഓർഡറിൽ അടിമേടിച്ച് കൊടുക്കാനായിട്ട് രാവിലെ അലാറം വെച്ച് എഴുന്നേക്കുന്ന ഒരുത്തൻ. ഇവന് ചലഞ്ചിങ് സ്റ്റാറിന്റെ വെഞ്ചാമരത്തിന് വെള്ള പൂച്ച പോലത്തെ സ്വഭാവം ഇഷ്ടമേ അല്ല. പക്ഷേ എന്ത് ചെയ്യാൻ, ചലഞ്ചിങ് സ്റ്റാറിനങ്ങ് വിനയ കുലീനനാണ്. മോനെ സ്കൂളിൽ വിട്ടതിന് ശേഷം ചലഞ്ചിങ് സ്റ്റാർ അദ്ദേഹത്തിന്റെ ജോലിയിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങേര് ഈ രാമരാജ്യത്തിലെ ഒരു കാറ്ററിംഗ് സെന്ററിലെ മെയിനാണ്. മെയിൻ എന്ന് പറഞ്ഞാൽ ഓണർ വരെ ഇങ്ങേര് പറയുന്നതാണ് കേൾക്കുന്ന ആ ലെവൽ മെയിൻ. പിന്നെ നിങ്ങൾ സാധാരണ കാറ്ററിംഗ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ കിച്ചൺ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരുപാട് പുക, ഒരുപാട് വേസ്റ്റ്, അങ്ങനെ കുറച്ച് അലമ്പായിരിക്കും. പക്ഷേ കഥയോ പഴയത്, സ്വന്തമായിട്ട് ഒരൊറ്റ സീൻ പോലും എഴുതിയിട്ടില്ല. അതുകൊണ്ട് കാറ്ററിംഗ് സെൻ്റർ എങ്കിലും കുറച്ച് ഫ്രഷ് ആയിട്ട് കാണിക്കാമെന്ന് പറഞ്ഞ് സംവിധായകൻ ഇതിനകത്തൊരു പരിപാടി ചെയ്തിട്ടുണ്ട്. അതായത് ഭക്തവത്സരം കൊട്ടാരത്തിൽ കയറി വന്ന് വലത്തോട്ട് നോക്കിയാൽ മംഗോളിയൻ പ്രധാനമന്ത്രിയുടെ തീന്മേശ പോലെ വൃത്തിയുള്ളൊരു പാചകപ്പുര. ഇവർ രാമരാജ്യത്തിലായതുകൊണ്ട് ഇവരെല്ലാവരും വെജിറ്റേറിയൻസ് ആണ്. വെജിറ്റേറിയൻ ആക്കാനുള്ള കുട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് ഈ കൊലയൊക്കെ നോൺ വെജിറ്റേറിയൻ ആണല്ലോ. അപ്പോൾ അതൊക്കെ നിർത്തിയുമ്പോഴത്തേക്കും വെജിറ്റേറിയൻ. ഇനിയിപ്പോൾ ഈ ടൈപ്പ് പടങ്ങളിലൊക്കെ ആദ്യം അഹങ്കാരിയായിരുന്നു, പിന്നെ നായകനെ ഇങ്ങോട്ട് കയറി പ്രേമിക്കുന്ന ഒരു നായിക കാണുമല്ലോ. ഭാഷ തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ പടത്തിലും അത് വർക്കൗട്ട് ആയതുകൊണ്ട് സംവിധായകൻ അതും എടുത്ത് ഈ പടത്തിലും വെച്ചിട്ടുണ്ട്. ഫോറിൽ നിന്ന് തിരിച്ചെത്തിയ നായികയെ വിളിക്കാൻ നമ്മുടെ വിനയൻ പെട്ടിയോട്ടം കൊണ്ട് ചെന്നത് നായികയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ചലഞ്ചിങ് സ്റ്റാറിന്റെ ആംസിന്റെ വർണ്ണം കാരണം ഒരുമിച്ചിരുന്ന് പോകാനും പറ്റുന്നില്ല. അങ്ങനെ പിന്നെ രാമരാജ്യത്തിൽ ലൈസൻസ് ഒന്നും വേണ്ടാത്തതുകൊണ്ട് ചേച്ചി തന്നെ ബാക്കി ദൂരം ഓടിച്ചുകൊണ്ട് വരും. ഇനിയിപ്പോൾ ഒരു നായിക മാത്രം ഇങ്ങോട്ട് പ്രേമിക്കുന്നത് സ്ഥിരം ക്ലീശയാണല്ലോ. അതുകൊണ്ട് അണ്ണനെ വീഴ്ത്താനായിട്ട് ലിറ്ററലി എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന വേറൊരു ചേച്ചിയും കൂടെ ഉണ്ട്. പക്ഷെ ആർക്കും ചലഞ്ചിങ് സ്റ്റാർ വീഴില്ല. കാരണം ഒന്ന്, അങ്ങേര് ഒരു വെജിറ്റേറിയൻ ആണ്. രണ്ട്, അങ്ങേര് ഒരു ആഞ്ജനേയ ഭക്തനാണ്. ജയ് ശ്രീറാം. ഇതിനിടയ്ക്ക് ഡമ്മി വില്ലന്റെ ഗുണ്ടകൾ രാവിലെ ഇറങ്ങും. റോട്ടിൽ കൂടെ നടന്നു പോകുന്നവരെയൊക്കെ ഹനുമാൻ മേക്കപ്പിൽ നിൽക്കുന്ന ചലഞ്ചിങ് സ്റ്റാറിന്റെ ഫോട്ടോ കാണിച്ചിട്ട് എവനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. അത് പിന്നെ അങ്ങനെ ഒരു രാമരാജ്യം. രാവിലെ പാല് മേടിക്കാൻ പോകുന്നവൻ വരെ ഹനുമാൻ ഗെറ്റപ്പിലാണ് പോകാറ്. എന്തായാലും ഇതിനിടയ്ക്ക് ഫോറിൽ നിന്ന് ഷെഫാവാൻ പഠിച്ചിട്ട് വന്ന ചേച്ചി കാറ്ററിംഗ് മൊത്തത്തിൽ അങ്ങ് അപ്ഡേറ്റ് ചെയ്യും. കുക്കിനൊക്കെ യൂണിഫോം, പിന്നെ സംസാരിക്കാൻ വാക്കി ടോക്കി, ഇതൊക്കെ കൊടുത്ത് ചേച്ചി ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഭക്ഷണം ഓർഡർ തന്ന ആൾ തന്നെ റിജക്ട് ചെയ്യുമ്പോൾ കയ്യിൽ കൊടുത്ത് അലറി വിളിച്ചുണ്ടാക്കിയ സാമ്പാറും കൊണ്ട് ചലഞ്ചിങ് സ്റ്റാർ വരും. എന്നിട്ട് ഭക്ഷണം മാറിപ്പോയതാണെന്നും പറഞ്ഞ് ചേച്ചിക്ക് കിട്ടേണ്ട ഊക്ക് മുഴുവൻ ഒറ്റയ്ക്ക് മേടിച്ച് കൂട്ടും. അങ്ങനെ ഓട്ടോയിൽ പറ്റിയ ക്ഷീണം ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ മാറി വരും. പക്ഷെ പ്രേമം വരണമെങ്കിൽ പൊതുവേ 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, വെറുപ്പ് മാറണം. 2, മാനം രക്ഷിക്കണം. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം രാത്രി കുറേ ഗുണ്ടകൾ അടിച്ച് ഫിറ്റായിട്ട് ചിക്കനും കൊണ്ട് ഇവരുടെ കാറ്ററിംഗ് സെന്ററിൽ കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കും. അവന്മാർക്ക് ചിക്കൻ ഫ്രൈ വേണമെന്ന്. ശിവ ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞ് മുതലാളി ഇങ്ങനെ അന്താളിച്ച് നിൽക്കുമ്പോഴത്തേക്കും നായിക ഇറങ്ങി വന്ന് പോലീസിനെ വിളിക്കുമെന്ന് പറയും. പിന്നെ അറിയാലോ, വില്ലനായതുകൊണ്ട് അങ്ങനെ നായിക കയറി പിടിക്കാൻ വരും. അപ്പോഴത്തേക്കും നമ്മുടെ ചലഞ്ചിങ് സ്റ്റാർ വന്ന് ഇടപെടും. എന്നിട്ട് അങ്ങേര് തന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ പ്രേമം വരാനുള്ള 2 സ്റ്റെപ്പ് ഓവർ. പിന്നെ അറിയാലോ, പൊതുവേ ഇങ്ങനെയുള്ള സിനിമകളിലൊക്കെ പ്രേമം വന്നു കഴിഞ്ഞാൽ നായിക പിന്നെ മോഡേൺ ഡ്രസ്സിൽ നിന്നൊക്കെ മാറി ചുരിദാറും സാരിയും ഒക്കെ ആയിരിക്കും.
കാരണം പ്രേമം വന്നു കഴിഞ്ഞാൽ ഒരു കുലസ്ത്രീ അറിയാമല്ലോ. അങ്ങനെ ചേച്ചി തൊട്ടടുത്ത ദിവസം സാരിയൊക്കെ കൊടുത്ത് അണ്ണനെ വീഴ്ത്താനായിട്ട് ചെല്ലും. വളഞ്ഞു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ചലഞ്ചിങ് സ്റ്റാർ ഇടുന്ന ഒരു നമ്പറുണ്ട്, ജാട, ഒടുക്കത്തെ ജാട. അണ്ണാ ഈ ജാട ഒന്നും അത്ര നല്ലതല്ല കേട്ടോ. ഛേദമില്ലാത്തൊരു നമ്പർ അല്ലടാ ഈ ജാട. ജീവിതത്തിൽ ഇന്ന് വരെ അവളുടെ സൗന്ദര്യത്തിന് ഇങ്ങനൊരു വെല്ലുവിളി നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ല. അങ്ങനെ ചേച്ചിയുടെ ഉപദേശം ഊഞ്ഞാലായി പോയതിൻ്റെ ദണ്ണത്തിൽ ഊഞ്ഞാലാടാൻ വന്നിരിക്കുന്ന ചേച്ചിക്ക് ഉപദേശം നൽകാൻ നമ്മുടെ ചെറുക്കൻ വരും. ചേച്ചിയുടെ കഴിവില്ലായ്മയെ ചൂണ്ടിക്കാണിച്ചിട്ട് സ്വന്തം തന്തയെ വീഴ്ത്താനുള്ള അടവ് ചെറുക്കൻ തന്നെ പറഞ്ഞു കൊടുക്കും. ആ അടവാണ് ആട്ട ഒരുമിച്ച് കുഴയ്ക്കൽ. സ്വന്തം തന്തയെ വിളയ്ക്കാനായിട്ട് ചേച്ചിയുടെ പോലും പ്രായമില്ലാത്ത പെണ്ണിന് 10 വയസ്സ് പോലും തികയാത്ത ഇവൻ രതിനിർവേദ മോഡൽ ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു. കന്നഡ സിനിമയ്ക്ക് ഈ മാമാപ്പണി ഒന്ന് നിർത്തിക്കൂടെ? അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റുന്നല്ലേ ഈ പണി? ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. ആരോട്? അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. അപ്പോൾ എന്തായാലും ഇട്ട് കുഴയ്ക്കാണല്ലോ. അപ്പോൾ ആ കുഴയ്ക്കലിൽ എന്തായാലും പ്രേമം ആക്ടിവേറ്റഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആക്ടിവേഷൻ കാണിക്കാനായിട്ടൊരു പാട്ട്. കാര്യം ഇത് പ്രണയത്തിൻ്റെ ആഘോഷമാണെങ്കിൽ മൊത്തത്തിലൊരു ഡെസ്ക്ടോപ്പിയൻ ഡ്രാമയുടെ സെറ്റപ്പാണ്. പിന്നെ അത് മാത്രമല്ല, ലോക സിനിമയിൽ ഒരു നായികയ്ക്ക് ഒരു പാട്ടിൽ കൊടുക്കാവുന്ന ഏറ്റവും വൃത്തികെട്ട കോസ്റ്റ്യൂംസ് ഈ പടത്തിലാണ്. അമ്മച്ചിയാണ് സത്യം, ഞാൻ വേറെ ഒരു പടത്തിലും കണ്ടിട്ടില്ല. അതും ഏതാണ്ട് വെളുത്ത മരുഭൂമി പോലത്തെ സെറ്റപ്പിൽ പല കളറിൽ കണ്ണാടിയൊക്കെ നിരത്തി വെച്ച് അതിനപ്പുറത്ത് ഫ്രെയിം അടിച്ച് ചേച്ചിയും കൊച്ചു പിള്ളേരും ഒക്കെ കൂടെ മരണ ഡാൻസ്. ഇതൊക്കെ ഇവിടെ നടക്കുമ്പോൾ ചലഞ്ചിങ് സ്റ്റാർ ഡസ് വാട്ട് ഹി ഡസ് യൂഷ്വലി. അപ്പോൾ എന്തായാലും പ്രേമമൊക്കെ ആയ സ്ഥിതിക്ക് നമ്മുടെ ചലഞ്ചിങ് സ്റ്റാർ തന്നെ വീണ്ടും ചീഫ് കുക്കായി. അങ്ങനെ അവർ കല്യാണ ഓർഡർ പിടിക്കും. അതും നമ്മുടെ ഡമ്മി വില്ലൻ്റെ മോൻ്റെ കല്യാണം. ചലഞ്ചിങ് സ്റ്റാർ ആവിപ്പുരയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ഈ പേട്ട് ചെറുക്കൻ ചെന്ന് കല്യാണ ചെറുക്കൻ്റെ ആവിധം നാട്ടുകാരെ വിളിച്ച് കാണിച്ച് കല്യാണം മുടക്കും. ഞാൻ പറഞ്ഞില്ലേ, ഈ ചെറുക്കൻ മാനത്തൂടെ പോകുന്ന പണിയൊക്കെ ഏണി വെച്ച് പിടിച്ച് ചലഞ്ചിങ് സ്റ്റാറിൻ്റെ മൂക്കിലിട്ട് പൊട്ടിക്കും. പണ്ണും വാലും ഇല്ലാതെ തന്നെ ചലഞ്ചിങ് സ്റ്റാറാണ് അവർ തപ്പുന്ന ഹനുമാൻ എന്ന് ഗുണ്ടകൾക്ക് മനസ്സിലാവും. അങ്ങനെ മിനിസ്റ്ററിനെ രക്ഷിച്ചതും കല്യാണം മുടക്കിയതും എല്ലാം കൂടി ചേർത്ത് അടി കൊടുക്കാനായിട്ട് ഗുണ്ടകൾ ചലഞ്ചിങ് സ്റ്റാറിനെ പൊക്കും. എന്നിട്ട് വില്ലൻ്റെ അടുത്തോട്ട് കൊണ്ടുവരും. എന്നിട്ട് കൊച്ചിനെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. അണ്ണൻ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞു നോക്കും. അപ്പോൾ വില്ലൻ പെട്ടെന്നൊരു മാനാർമത്തായി വൈബ്. നാടകത്തിലെ രാവണൻ്റെ ഡയലോഗ് വിക്കില്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വിടാമെന്ന് പറയും. അത് ഞാൻ പറയാൻ പറഞ്ഞു. അതായത് ചലഞ്ചിങ് സ്റ്റാർ ഇതിനകത്ത് വിനയനായിട്ട് മാത്രമല്ല വിക്കനായിട്ടും കൂടെ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യമില്ലാതെ കറണ്ട് പോകുന്നവരെ വിക്കി 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 ഡയലോഗ് പറഞ്ഞിട്ട് അണ്ണൻ തിരിച്ചടിക്കും. കാര്യം ഇതുവരെയുള്ള എല്ലാം കോപ്പിയാണെങ്കിൽ അവർ സ്വന്തമായിട്ട് ഈ സീനിനകത്ത് ഒരു പരിപാടി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡമ്മി വില്ലനെ കൊന്നിട്ട് തിരിച്ച് വീട്ടിലോട്ടെത്തിയ ചലഞ്ചിങ് സ്റ്റാറിനോട് ആ കുരിപ്പ് ചോദിക്കുക എന്ത് പറ്റിയെന്നും. മനസാക്ഷി ഉണ്ടോ എന്ന് നോക്കിയാൽ അവന്. അപ്പോൾ പക്ഷേ ഡമ്മി വില്ലൻ നമ്പർ 1 മാത്രമേ വരച്ചിട്ടുള്ളൂ. നമുക്കിനി ഡമ്മി വില്ലൻ നമ്പർ 2 ഉണ്ട്. ഏത് ചോദ്യത്തിനും യെസ് എന്ന് മാത്രം ഉത്തരം കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. യെസ് രൂപത്തിൽ ലൈറ്റ് കത്തിച്ച് സ്വിമ്മിംഗ് പൂളിന്റെ നടുക്കിരുന്ന് പെയിന്റ് ചെയ്യുന്ന ഇങ്ങേര് ആള് ഭീകരനാണ്. കാര്യം കുഞ്ഞളിയനിലെ സുരാജനിലെ പോലുള്ള ഹെയർ സ്റ്റൈൽ ആണെങ്കിലും പെയിന്റ് അടിക്കാൻ റെഡ് ഇല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞവനെ ബ്രഷ് വെച്ച് കുത്തി ആ ബ്ലഡിൽ നിന്ന് റെഡ് എടുത്ത് ക്യാൻവാസിൽ അടിക്കാൻ ഒരു മടിയില്ലാത്ത ആളാണ്. അപ്പോൾ നമ്മുടെ ഡമ്മി വില്ലൻ 2 ചലഞ്ചിങ് സ്റ്റാറിനെ മോനെയും കൊല്ലാൻ ആളെ വിടും. പക്ഷേ കുളത്തിൽ മുങ്ങാൻ നേരത്തെ അരയിൽ തോക്ക് തിരികെ നിൽക്കുന്നവനെ കണ്ടപ്പോൾ ചലഞ്ചിങ് സ്റ്റാറിന് കാര്യം മനസ്സിലായി. ഏത് ഗുണ്ടയാടാ മുണ്ടിന്റെ തുഞ്ചത്ത് തോക്ക് വെച്ചിട്ട് കുളത്തിൽ മുങ്ങുന്നത്? പക്ഷേ ഇത് മാത്രമല്ല, കുരിശ് പച്ചകുത്തിയ ഒരു സ്വാമി, എയർപോർട്ട് വെച്ചൊരു സ്വാമി, പിന്നെ തോക്ക് തോർത്തി പതിഞ്ഞൊരു സ്വാമി, അങ്ങനെ പല ടൈപ്പ്. ഇതൊക്കെ ചലഞ്ചിങ് സ്റ്റാർ ഒന്ന് റീവൈൻഡ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ദിവ്യ ദർശനത്തിൽ തെളിഞ്ഞതാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് ആരും അറിയാത്ത രീതിയിൽ ചലഞ്ചിങ് സ്റ്റാർ കൊല്ലും. ഫ്രഷ്. അവസാനത്തെ മൊണ്ണെ കൊല്ലാൻ പോകുന്നത് നായിക കണ്ടുകൊണ്ട് വരും. ഫ്രഷ്. ഇത് കണ്ട നായികയ്ക്ക് അണ്ണം മിണ്ടാതിരിക്കാൻ വാർണിംഗ് കൊടുക്കുന്നിടത്താണ് പടത്തിന്റെ ഇന്റർവെൽ. അറ്റ്ലി കോപ്പി അടിക്കുന്നുണ്ട്. പക്ഷെ അറ്റ്ലിയെ വരെ കോപ്പി അടിക്കേണ്ട ഗതികേടാണ് ഉമ്മാർക്ക്. പക്ഷേ ഇതിനിടയ്ക്ക് ഡമ്മി വില്ലൻ മരിച്ച സ്ഥലത്ത് നിന്നുള്ള CCTVയിൽ ചലഞ്ചിങ് സ്റ്റാറിന്റെ ഒരു പടം കിട്ടും. ആ പടവും കൊണ്ട് പെണ്ണ് കെട്ടാൻ പോയ പോലീസ് ഓഫീസറുടെ അമ്മായിയപ്പൻ എക്സ് പോലീസ് കമ്മീഷണർക്ക് ആ ഫോട്ടോ കണ്ടത് ഒരു സംശയം. യവനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു തോന്നൽ. പക്ഷേ തോന്നലൊക്കെ ശരിയാവണമെന്നില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ സംശയം സ്ഥിരീകരിക്കാനായിട്ട് അദ്ദേഹത്തിന് ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നായകൻ ചെയ്യുന്നതുകൊണ്ട് പേടിച്ചിരിക്കുന്ന ചേച്ചിയോട് ഫ്ലാഷ് ബാക്ക് പറയണമല്ലോ. അപ്പോൾ ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ ചലഞ്ചിങ് സ്റ്റാറും അങ്ങേരുടെ ദോസ്തും അണ്ടർ വേൾഡ് ഭരിക്കുകയാണ്. അല്ലെങ്കിലും ചലഞ്ചിങ് സ്റ്റാറിന് സൂര്യാണ്ണനോടുള്ള ഇഷ്ടം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഫ്ലാഷ് ബാക്കിൽ അണ്ണൻ്റെ ഇൻട്രോ തന്നെ ഒരുമാതിരി മാഡ് മാക്സ് ലെവലിൽ മരുഭൂമിയുടെ നടുക്ക് വെച്ചാണ്. അതായത് ചലഞ്ചിങ് സ്റ്റാറിൻ്റെ ആളുകളെയൊക്കെ പിടിച്ച് വെച്ചിട്ട് ചലഞ്ചിങ് സ്റ്റാറിനെ ഗുണ്ടകൾ വെല്ലുവിളിക്കും. അപ്പോൾ അതാ ബൈക്കിൽ വരുന്നു. റോബർട്ടോட നൻപൻ. അപ്പോൾ റോബർട്ട് വന്നില്ലെന്ന് ചോദിച്ചു നൻപനെ തല്ലാനായിട്ട് ഗുണ്ടകൾ ഓടുമ്പോഴത്തേക്കും ചലഞ്ചിങ് സ്റ്റാർ ചാടി ചെന്ന് അവരെ അടിക്കും. അല്ല, തലയിൽ ചാടിയിട്ട് ഇങ്ങനെ എങ്ങനെ ചാടി ചെന്ന് ആ ഗുണ്ടയെ അടിച്ചു? അതിനകക്കണ്ണ് മതി. അപ്പോൾ ഇവർ ഭയങ്കര പവർഫുൾ ആണ്. ഏത് ലെവൽ പവർഫുൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5-ാമത്തെ മറ്റേ രാജുബായുടെ ടാറ്റു ഉണ്ടെങ്കിൽ തല്ലി കിട്ടില്ല എന്ന് പറയുന്ന പോലെ ഇതിനകത്ത് CJRക്കകത്ത് ചലഞ്ചിങ് സ്റ്റാർ സൂക്ഷിച്ചിരിക്കുന്നത് ഈ ബൈക്കില്ലേ, ഈ ബൈക്ക് കണ്ടാൽ തന്നെ ആൾക്കാർ തല്ലാതെ പേടിച്ചോളൂ. കാര്യം ഇവർ ഇത്ര ഭീകരമാണെങ്കിൽ ഇവർക്കൊരു ഹെഡ് ഉണ്ട്, ജഗു സാറിന്റെ റൈവൽ ഗാങ്ങിന്റെ ഹെഡാണ് നമ്മുടെ ഡമ്മി വില്ലൻ നമ്പർ 2. അപ്പോൾ ഇവർ തമ്മിലുള്ള അടി കാരണം നാട്ടിൽ ഭയങ്കര ക്രമസമാധാന പ്രശ്നമായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോലീസ് ഇവരെ വിളിച്ച് വാൺ ചെയ്ത് വിടാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരുത്തൻ്റെ തല തല്ലി പൊളിച്ച് സ്റ്റിച്ച് ഇടാനായിട്ട് ചലഞ്ചിങ് സ്റ്റാറും ദോസ്തും കൂടി ഒരു ഹോസ്പിറ്റലിൽ റൂം എടുക്കുന്നത്. സ്റ്റിച്ചൊക്കെ ഇടേണ്ടവനെ ആദ്യം എമർജൻസിയിലോട്ടല്ലേ കൊണ്ടുപോകേണ്ടതെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ
പേഷ്യൻസ് റൂമിനകത്ത് അസ്ഥികൂടത്തിനൊക്കെ കൊണ്ടുവച്ചിട്ടുള്ള ഹോസ്പിറ്റലാകുമ്പോൾ നേഴ്സൊക്കെ ഒരുമാതിരി ബേററിനെ പോലെ സ്റ്റിച്ച് ഇടാനുണ്ടോ സ്റ്റിച്ച് എന്ന് ചോദിച്ച് റൂമിലോട്ട് വരും. അപ്പോൾ അങ്ങനെ വന്ന നേഴ്സ് ഇത് 10 സ്റ്റിച്ച് ഇടാനുള്ളത് ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ ഇരുന്ന് അസ്ഥികൂടത്തിൻ്റെ തലയെടുത്ത് അവൻ്റെ തല അടിച്ച് പൊട്ടിച്ചിട്ട് ഇനി 10 സ്റ്റിച്ച് ഇടാൻ പറയും. ഇപ്പം മനസ്സിലായ എന്തിനാണ് അവിടെ അസ്ഥികൂടത്തിൻ്റെ തല കൊണ്ട് വെച്ചിരിക്കുന്നതെന്നും. ഇത് കണ്ട് ദേഷ്യപ്പെട്ടൊരു നേഴ്സ് അങ്ങനെ തല്ലുമെങ്കിലും പിന്നീട് ഒരു കൊച്ചിന് വേണ്ടി റിവെഞ്ച് എടുത്താണെന്ന് അറിയുമ്പോൾ കുറ്റബോധം തോന്നും. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മുടെ നൻപൻ ഉയർ നൻപനായ ചലഞ്ചിങ് സാറിന് മൈൻഡ് വില പോലും കൊടുക്കാതെ ആ നേഴ്സിനെ വർഷങ്ങളായിട്ട് പ്രേമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചലഞ്ചിങ് സാർ പക്ഷേ ഇത് കണ്ടുപിടിക്കും. എന്നിട്ട് അവരുടെ കല്യാണം സംസാരിക്കാനായിട്ട് നേഴ്സിൻ്റെ വീട്ടിലോട്ട് ഒരു മറ്റേ ചവിട്ട് നാടകം കോസ്റ്റ്യൂമൊക്കെ ആയിട്ട് കയറി ചെല്ലും. ആ കൂറ ഡ്രസ്സിൻ്റെ ആണോ അതോ ഇവരുടെ കൂറ സ്വഭാവത്തിൻ്റെ ആണോ എന്ന് അറിഞ്ഞുകൊണ്ട് അവളുടെ തന്ത തേറി വിളിച്ചവരെ ഇറക്കി വിടും. പക്ഷേ തന്തയെ വകവയ്ക്കാതെ നേഴ്സ് ഇറങ്ങിപ്പോവും. അവരുടെ കുട്ടിയാണ് ചലഞ്ചിങ് സാർ ഇപ്പോൾ വളർത്തുന്നത്. പ്രസാദ് വാട്ട് എ സർപ്രൈസ്. അപ്പോൾ ഇത്രയായ സ്ഥിതിക്ക് ഇവരിനി എങ്ങനെ മരിക്കുന്നു എന്നും കൂടെ അറിഞ്ഞാൽ പോരെ. സോ സിമ്പിൾ. അതായത് നമ്മുടെ ജഗ്ഗു സാർ വിമൻ ആൻഡ് ചിൽഡ്രൻ ട്രാഫിക്കിംഗ് ഒരുമിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വർഷങ്ങളായിട്ട് നേരിൽ പോലെ കൂടെ നടന്നിട്ടും ചലഞ്ചിങ് സാറിനും ദോസ്തിനും ഇതിനെപ്പറ്റി അറിയേയില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവരത് അറിയുന്നു. ഇവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. ചലഞ്ചിങ് സാറിനോട് മോനെ കൊല്ലരുതെന്ന് കാല് പിടിച്ച് പറഞ്ഞിട്ടും ചലഞ്ചിങ് സാർ ജഗ്ഗു ജൂനിയറിനെ കൊന്നു. ഗുണ്ടകളാണെങ്കിലും എത്തിക്സ് ഉള്ള ഗുണ്ടകളായിരുന്നു. എന്തായാലും ഇത് കഴിയുമ്പോഴത്തേക്കും നൻപൻ്റെ ഭാര്യയെ കൊല്ലും. എന്നിട്ട് നൻപന്മാർ തമ്മിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കും. എന്നിട്ട് നൻപനെ കൊണ്ട് തന്നെ നൻപനെ വെടിവെപ്പിക്കും. എന്നിട്ട് കൊച്ചിനെയും ചലഞ്ചിങ് സാറിനെയും നൻപനെയും കൂടെ ഒരു കണ്ടെയ്നറിലിട്ട് വെള്ളം തുറന്നു വിടും. അവിടുന്ന് കൊച്ചിനെ മര്യാദയ്ക്ക് വളർത്തണമെന്ന് പറഞ്ഞ് ചലഞ്ചിങ് സാറിനെ കൊണ്ട് പ്രോമിസ് എടുപ്പിച്ചിട്ട് നൻപൻ മരിക്കും. അണ്ണനും കൊച്ചും എസ്കേപ്പ്. കർളലിക്ക് ഈ ഫ്ലാഷ് ബാക്ക് കേട്ടപ്പോഴത്തേക്കും ഭയമൊക്കെ മാറി ചേച്ചിക്ക് അണ്ണനോട് കാമമാവും. അത് പ്രതിനിധീകരിക്കാൻ വീണ്ടും ഒരു പാട്ട്. വണ്ടിയുടെ സ്പെയർ പാർട്ടൊക്കെയാണ് ഡ്രസ്സിൽ. ഇതൊക്കെ എന്ത് ഫാഷനാണ്. എന്നാലും ഒടുക്കത്തിൽ പഴയ വില്ലന്മാരൊക്കെ തിരിച്ചു വന്നിട്ട് ചെറുക്കനെ തട്ടിക്കൊണ്ട് പോകും. എന്നിട്ട് ഫൈറ്റ്. അറിയാലോ, ചലഞ്ചിങ് സ്റ്റൈൽ. இப்படி எழுதணும் இல்ல இதையே எழுதலாம். അങ്ങനെ വേതാളം കളിച്ച് ഒരു വില്ലനെ കൊന്നിട്ട് മറ്റേ വില്ലനെ ചോട്ടാമുമ്പയുടെ ക്ലൈമാക്സിൽ പപ്പാനിയുടെ പിന്നിൽ കെട്ടിവെച്ച് കൊല്ലുന്നത് പോലെ രാവണൻ കട്ടൗട്ടിന്റെ പുറകിൽ കെട്ടിവെച്ച് കുരുപ്പിനെ കൊണ്ട് അമ്പയിപ്പിച്ച് കൊല്ലും. അവസാനം ചലഞ്ചിങ് സാർ പയ്യനും കൂടി ഇങ്ങനെ ഭക്തി സാന്ദ്രമായിട്ട് നിൽക്കുമ്പോൾ പടം എൻഡ്. ഞാൻ ഈ പടത്തിനെ പറ്റി ആദ്യമേ പറഞ്ഞില്ലേ, മൊത്തം കഥ ഭാഷയിൽ നിന്ന് എടുത്തിട്ട് തന്താമകൻ ബന്ധവും ഇന്റർവെലും ഫ്ലാഷ് ബാക്കിന്റെ കുറച്ച് ഭാഗവും തിരിയുന്നെടുത്തിട്ട് ഫുഡ് ബിസിനസ്സും രാത്രിയിലെ ഹോട്ടൽ സീനും രാജാതിരാജയെന്ന് എടുത്തിട്ട് നായികയുടെ അഹങ്കാരവും ഞെട്ടലും ഓർഗൻ ട്രാഫിക്കിങ്ങും സ്വന്തം മോനല്ല എന്നുള്ളതൊക്കെ വേതാളത്തിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് അഞ്ചാനും ഇഷ്ടം പോലെ രാമരാജ ഭക്തിയും കാലക്കി കുഴച്ചാണ് ഈ ഡിലീഷ്യസ് ഫിലിം ഇതിന്റെ സംവിധായകൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പറഞ്ഞ പടങ്ങൾക്കൊക്കെ കോപ്പിയടി ആരോപണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഈ പടത്തിന് അത് നേരിടേണ്ടി വന്നിട്ടില്ല. കാരണം എന്താണ്, ഒരു സ്ഥലത്ത് നിന്ന് കോപ്പി അടിച്ചാലല്ലേ കോപ്പിയടി ആരോപണം നേരിടേണ്ടി വരും. തല ഏതാ വാല ഏതാന്ന് അറിയാത്ത രീതിയിൽ അവിടുന്ന് ഇവിടുന്ന് അള്ളി വാരിയിട്ട് കഴിഞ്ഞാൽ എന്ത് പറയാൻ. ഇപ്പം ഈ സിനിമയ്ക്കകത്ത് ഒരൊറ്റ പുതിയ സീൻ പോലും ഇല്ല എന്ന് നമ്മൾ പറയുന്നു. പക്ഷേ ഇതിൻ്റെ സംവിധായകൻ ഇതിന് മുമ്പ് പുതിയ സീനും പുതിയ കൺസെപ്റ്റും വെച്ച് നമ്മുടെ ദിലീപിൻ്റെ മായാമോഹനും മുമ്പത്തെ തമിഴ്നാട് CM-ൻ്റെ പേരിൽ റീമേക്ക് ചെയ്ത ശരൺ സാറുമായിട്ട് ചേർന്ന് സ്റ്റീഫൻ സ്പിൽബർഗിൻ്റെ ഡ്യുവൽ ചുരണ്ടി ഒരു പടം എടുത്തിരുന്നു. അയ്യോ, ഒന്ന് കാണണം. ഇതൊന്നും അല്ല ചലഞ്ച്. ആ പടം കണ്ട് തീർക്കലാണ് ശരിക്കുള്ള ചലഞ്ച്. இன்னுமா என்ன தெரியல.